Hello everyone, welcome to Computer Science Hub. Our subject is COA and topic is Ring Counter and Johnson's Counter. കൗണ്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ട് ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സ്, റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും. നമുക്ക് ആദ്യം റിംഗ് കൗണ്ടറും തുടങ്ങാം. ഇറ്റ്സ് എ സർക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് ഓൺലി വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബീങ് സെറ്റ് അറ്റ് എനി പെർട്ടിക്കുലർ ടൈം, ഓൾ അതേഴ്സ് ആർ ക്ലിയർ. ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റർ ഡിഫറെൻറ്റ് ടൈപ്പ്, സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ, പാരലൽ ഔട്ട്, അങ്ങനെ പല ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗിൾ ബിറ്റ് ഡാറ്റ നമ്മൾ ഹോൾഡ് ചെയ്യാണ്, സിംഗിൾ ബിറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോവാണ് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ചെയ്യുന്നത്. ആൻഡ് ഒരു സിംഗിൾ ബിറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ വേണം. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 4 ബിറ്റ് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വേണം. ഈ ഡാറ്റാസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ്, ഒരു ഷിഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റ് എങ്ങനെയാവാം ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്, കൗണ്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് കൗണ്ടർ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരു പ്രത്യേകതയേ ഉള്ളൂ, അത് റിംഗ് കൗണ്ടർ ആണ്. ഷിഫ്റ്റ് രജിസ്റ്റർ is a ring counter. A ring counter is a circular shift register with only one flip-flop being set at any particular time. All others are clear. നോക്കാട്ടോ, ബൈ ലൂപ്പിംഗ് ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. നോർമലി ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കൂടാണ്ട് നമ്മൾ ലൂപ്പ് ചെയ്യാണ്, ഔട്ട്പുട്ട് ബാക്ക് ടു ഇൻപുട്ട്. ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ടിനെ ഇൻപുട്ടിലോട്ട് ലൂപ്പ് ചെയ്യാണ്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ വി ക്യാൻ കൺവേർട്ട് എ സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ് രജിസ്റ്റർ സർക്യൂട്ട് ഇൻ ടു എ റിംഗ് കൗണ്ടർ. Ring counters can be used to generate timing signals. അപ്പോൾ നമുക്ക് ഒരു 4-bit synchronous റിംഗ് കൗണ്ടർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, ഇത് ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ സാധാരണ ഷിഫ്റ്റ് രജിസ്റ്റർ നിങ്ങൾക്ക് അറിയാം, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും ചെയ്യാം, D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിലും കാണിക്കാം, അതായത് അടുത്ത കാറ്റഗറി വരുമ്പോൾ JKയിൽ കാണിക്കാം. ഇതിൽ നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള കാറ്റഗറിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുണ്ട്. ഇത് 4-bit സിങ്ക്രണസ് റിംഗ് കൗണ്ടർ ആണ്. അപ്പം ഞാൻ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടുണ്ട്. ആൻഡ് സിങ്ക്രണസ് ആയതുകൊണ്ട് കണ്ടില്ലേ, ക്ലോക്ക് എല്ലാവർക്കും ഒരേ സമയം 4ലേക്കും ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ക്ലിയർ ഇൻപുട്ട്, അതായത് എല്ലാ ഔട്ട്പുട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലിയർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് ഒക്കെ ഇനീഷ്യലി 0 ആക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ക്ലിയർ 0 ഓൺ ആക്കിയാൽ മതി, അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇനി അതുപോലെ പ്രീസെറ്റ് ടു ലോജിക് 1, ഫസ്റ്റ് ഷിഫ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ലോജിക് 1 ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്നതാണ് ഫീഡ്ബാക്ക്, കണ്ടോ, ഇതാണ് ഫീഡ്ബാക്ക്. ഇനിയിപ്പോൾ ഇത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത കാരണമാണ് നമുക്ക് ഒറ്റ വാല്യൂ കാണിക്കുന്നുള്ളൂ. ഇനി ഞാനിപ്പോൾ JK ആണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇവിടെ J അല്ലേ ആവാ, അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് JK കൊടുക്കും. ആൻഡ് അതുപോലെ ഇവിടെ K സൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ K സൈഡിലും ഒരു ലൂപ്പ് കൊടുക്കും. ഇവിടുന്ന് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് Kയിലും ഒരു ലൂപ്പ് കൊടുക്കും. അപ്പോൾ ബാക്കി കൺസെപ്റ്റ് ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. D ആയതുകൊണ്ട് ഒറ്റ ഡാറ്റ ഇൻപുട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ ലൂപ്പ് കൊടുക്കണം. JK ആണെങ്കിൽ മേലെയും താഴെയും ഇതേപോലെ ലൂപ്പ് ഉണ്ടാവും. ഇതാണ് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് പറയുന്നത്. ദെൻ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട്, ഇപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് QA ഇവിടെ കിട്ടും, QB, QC, QD ഇതൊക്കെ കിട്ടും. നമുക്ക് വർക്കിംഗ് ഒക്കെ നോക്കാം. ദ സിങ്ക്രണസ് റിംഗ് കൗണ്ടർ ഈസ് പ്രീസെറ്റ് so that exactly one data bit in the registry is set to logic 1 with all other bits reset to 0. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊരു ടൈം എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടേ 1 ആയിട്ടുണ്ടായിരിക്കുള്ളൂ, ബാക്കി എല്ലാതും 0 ആയിരിക്കും. ടു അച്ചീവ് ദിസ്, ഇങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എ ക്ലിയർ സിഗ്നൽ ഇസ് ഫസ്റ്റ്ലി അപ്ലൈ ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ടുഗെദർ. അതായത് നമ്മൾ ഈ ക്ലിയർ ഇൻപുട്ട് ഉണ്ടല്ലോ, ക്ലിയർ ഇൻപുട്ട് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഒരുമിച്ച് കൊടുക്കും in order to reset their outputs to a logic 0 level. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഈ QA, QB, QC, QD അതായത് അവരുടെ ഔട്ട്പുട്ട്സ് എല്ലാതും ലോജിക് 0 ലെവലിൽ എത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും വൺസ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്രീസെറ്റ് പൾസസ് അപ്ലൈ ടു ദ ഇൻപുട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിഫോർ ദ ക്ലോക്ക് പൾസസ് അപ്ലൈ. അപ്പോൾ എല്ലാതും റീസെറ്റ് ചെയ്തു ക്ലിയർ ആക്കി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രീസെറ്റ്, ഇപ്പോൾ റീസെറ്റും പ്രീസെറ്റ് മീൻസ് നമ്മൾ ലോജിക് 1 ആക്കാൻ പോവാണ്. അതിവിടെ കാണാം, കണ്ടില്ലേ, പ്രീസെറ്റ് ടു ലോജിക് 1, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മാത്രം ലോജിക് 1 ആക്കി കൊടുത്തു. അപ്പം നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഒരു 1നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ 1 ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് അടുത്തേക്ക്, അതിൽ നിന്ന് അടുത്തേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ദെൻ ഇവിടെ സർക്കുലേറ്റ് ചെയ്യും. ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഈ 1 ഇതിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും 1, ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. ഇതാണ് മെയിൻ കൺസെപ്റ്റ്. This then places a single logic 1 value into the circuit of the ring counter. So ഇതാണ് ബേസിക് വർക്കിംഗ്.
ഇനി നമുക്കിതിൽ ജനറലി ഇതിന്റെ വർക്കിങ്ങും ടൈമിംഗ് ഡയഗ്രം ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 2 വാല്യൂ ഞാൻ കാണിച്ചു തരാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യലി നമ്മളിപ്പോൾ എല്ലാതും 0 ആയിരിക്കുന്നു. ഇപ്പൊ QA, QB, QC, QD എല്ലാ വാല്യൂസും 0 ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ വി ആർ പ്രീസെറ്റിംഗ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ലോജിക് 1. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ലോജിക് 1 കൊടുത്തു. ആ ലോജിക് 1 കൊടുക്കുമ്പോൾ ക്ലോക്ക് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കണ്ടില്ലേ, ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കി എല്ലാത്തിന്റെ വാല്യൂയും 0 തന്നെയാണ്. ആൻഡ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വാല്യൂ വിൽ ബി ചേഞ്ച് ടു 1. കാരണം നമ്മൾ ഇൻപുട്ട് 1 കൊടുത്താൽ അതെന്താണോ അത് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത. സോ അവർ ഔട്ട്പുട്ട് വിൽ ബി 1. QA 1 ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, QA 1 ആണ്, ബാക്കി എല്ലാം സീറോസ് ആണ്. ഇനി സെക്കൻഡ് ക്ലോക്ക് അപ്ലൈ ചെയ്തു. ഇതാ ഇവിടെയാണ് സെക്കൻഡ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു റിങ് ഇവിടുന്ന് ഔട്ട്പുട്ട് 0 അല്ലേ, ഈ 0 ആണ് ഇവിടെ നിന്ന് ഫീഡ്ബാക്കിലൂടെ പോയിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. അതായത് ഇവിടുത്തെ വാല്യൂ മാറി ഇപ്പോൾ 0 ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും. ഇവിടെ 0 ആയതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ടും 0. അതായത് QA എന്ന് പറയുന്നത് എഗെയിൻ 0 ആയി. പക്ഷെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബിന്റെ ഇൻപുട്ട് 1 ആണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് അതായത് QBയുടെ വാല്യൂ 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്, അത് QA 0, QB 1. അപ്പൊ ഇത് ഷിഫ്റ്റ് ചെയ്യല്ലേ, ഈ ഒരു 1നെ നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് താഴേക്ക് എല്ലാതും 0 തന്നെ, ചേഞ്ച് ഒന്നുമില്ല. ദെൻ അടുത്ത ക്ലോക്ക് വരുമ്പോൾ എന്തുണ്ടാവും, ഇതുപോലെ ഈ 1 ഇവിടുന്ന് QCയിലോട്ട് ഷിഫ്റ്റ് ആയും. 0 ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. ദെൻ ഇവിടുന്നും 0 തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇതും 0 തന്നെ. അപ്പൊ നമുക്ക് എന്താ, QC ആണ് 1 വരുന്നത്. അതായത് ഇവിടുത്തെ QBയിലെ 1 ഷിഫ്റ്റ് ചെയ്ത് QCയിലോട്ട് 1 ആയി, ബാക്കി എല്ലാതും 0. നെക്സ്റ്റ് ക്ലോക്കിൽ എന്തുണ്ടാവും, QC പോയിട്ട് ഇവിടെ നിന്ന് പോയി ഇവിടെ 1 ആവും. ദെൻ ബാക്കി എല്ലാതും 0 തന്നെ. സോ നെക്സ്റ്റ് ക്ലോക്കിൽ ഇത് ഇങ്ങോട്ട് എത്തി, QD 1 ആയി. അപ്പൊ നോക്കുമ്പോൾ കണക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, ഓരോ ക്ലോക്ക് സൈക്കിളിലും ഒരാൾ, ഇവിടെ ഇയാള് ഡിഫറെന്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഒരാൾ മാത്രമേ 1 ആവുന്നുള്ളൂ, ബാക്കി എല്ലാം സീറോസ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ക്ലോക്ക് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ 1 ആണ് ഔട്ട്പുട്ടിലെ 1 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് എഗെയിൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് എയിലോട്ട് 1 എത്തുന്നു. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് QA വിൽ ബി എഗെയിൻ A. അതായത് ഈ സൈക്കിൾ കണ്ടില്ലേ, ഇവിടെ QA 1 ആയി, ബാക്കി എല്ലാം 0. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് റിംഗ് കൗണ്ടറിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ലോജിക് സർക്യൂട്ട്സ് എങ്ങനെയാ, ഐ മീൻ ടൈമിങ്ങിൽ എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ. ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 ആദ്യം 0 0 0 0 0 0 0 1 0 0 1 0. ഞാൻ ലേസർ പോയിന്റ് എടുക്കാം. 0 0 1 0 0 1 0 0 1 0 0 0 ഇവിടെ വരെ കിട്ടി. ഇനി ഇത് എഗെയിൻ റിപ്പീറ്റിംഗ് ആണ്, 0 0 0 1 അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റിംഗ് കൗണ്ടറിന്റെ വർക്കിങ്ങും ടൈമിംഗ് ഡയഗ്രം. ഓക്കെ, സ്റ്റാൻഡേർഡ് റിംഗ് കൗണ്ടർ അല്ലെങ്കിൽ സിൻക്രണസ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നതാണ് അത്. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ജോൺസൺസ് റിംഗ് കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഇപ്പൊ മെയിൻ വെച്ചാൽ ദ ബേസിക് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റിംഗ് കൗണ്ടർ ഈസ് ദാറ്റ് the maximum number it can count up is to limited to a value equal to the number of flip flops used. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് സീറോസ് ആണ്, 1 2 3 4 അല്ലെ, 4 കൗണ്ടിങ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. 1 2 3 4 4 കൗണ്ടിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം കൗണ്ട് ചെയ്യാൻ പറ്റും, 4 കൗണ്ട് കിട്ടും. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതാണ് ലിമിറ്റ്. ദ ബേസിക് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദ മാക്സിമം നമ്പർ ഇറ്റ് ക്യാൻ കൗണ്ട് അപ്പ് ടു ഇസ് ലിമിറ്റഡ് ടു എ വാല്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമുക്കൊരു 8 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ 8 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം, അങ്ങനെ അങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇഫ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ യൂസ് ദെൻ ദ ഔട്ട്പുട്ട് ക്യാൻ ഹാവ് വൺ ഓഫ് ദ 3 വാല്യൂസ്, 0 0 1 0 1 0 0 1 1. ഇതിൽ 3 എണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ക്യാൻ ബി ഡബിൾസ് if the ring counter is connected as a twisted ring counter. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതായത് 4 എണ്ണം യൂസ് ചെയ്താൽ 8 എണ്ണം കിട്ടാം, അങ്ങനെ 3 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 6 എണ്ണം കിട്ടാം. ഇങ്ങനെ ഡബിൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇഫ് ദ റിംഗ് കൗണ്ടർ ഇസ് കണക്റ്റഡ് ആസ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ. ആ ഒരു ടെക്നിക്കാണ് ജോൺസൺ റിംഗ് കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറിൽ യൂസ് ചെയ്യുന്നത്. എ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ഇസ് എ സർക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത്
കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ക്യൂവിൽ നിന്നാണ് ഡിയിലേക്ക് ഫീഡ്ബാക്ക് കൊടുത്തത്. ഇതതിന് പകരം ക്യൂ ഡാഷിൽ നിന്ന് ഡിയിലോട്ട് ഫീഡ്ബാക്ക് കൊടുക്കും. കോംപ്ലിമെന്റ് ഓഫ് ദ ഇൻപുട്ട് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക്. ഇങ്ങനെ കൊടുക്കുമ്പോൾ instead of counting through a fixed set of patterns like the normal ring counter and repeat. നോർമൽ റിംഗ് കൗണ്ടറിൽ നമ്മൾ കണ്ടില്ല, ഇതുപോലെ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് പാറ്റേണിൽ കൂടെ കൗണ്ട് ചെയ്തു റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ജോൺസൺസ് കൗണ്ടർ അങ്ങനെയല്ല. ജോൺസൺസ് കൗണ്ടർ കൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ. ആദ്യം അപ്പ് കൗണ്ട് ചെയ്യും, ദെൻ ഡൗൺ കൗണ്ട് ചെയ്യും. ആസ് ദ ഇനീഷ്യൽ ലോജിക് 1 passes through it to the right, replacing the preceding logic 0. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ് നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ അതെ ഈ 3 ആണ് നമ്മളുടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ്. അതായത് ഇതാണ് സ്ട്രക്ചർ ഫോർ ബി ജോൺസൺ റിംഗ് കൗണ്ടർ. ഇതതിന്റെ ഇത് ടൈമിംഗ് ഡയഗ്രം ആണ്. ആൻഡ് ഇത് ട്രൂത്ത് ടേബിൾ ആണ്. അതിന്റെ കൗണ്ടിങ് ആണ്, കൗണ്ടിങ് പാറ്റേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അല്ലെ. ഫോർബിറ്റ് ജോൺസൺ റിംഗ് കൗണ്ടർ ആണ്. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് JK ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കാണിച്ചത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടായിരുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരം JK ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ Q3 നേരെ J0യിലേക്കും Q3' നേരെ K0യിലേക്കും ആണ് ലൂപ്പ് കൊടുക്കേണ്ടായിരുന്നത്. ഇതിപ്പം ഫോർബിറ്റ് ജോൺസൺ റിംഗ് കൗണ്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആണ്. അപ്പൊ ഇവിടെ D ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നേരെ ഈ Q3' നിന്ന് ഡിയിലോട്ട് ഒരു ലൂപ്പാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇതിപ്പോ JK ആയതുകൊണ്ടും ട്വിസ്റ്റഡ് ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, Q3' നിന്ന് J0യിലേക്കും കൊടുക്കും, Q3യിൽ നിന്ന് K0യിലേക്കും കൊടുക്കും. നോർമലി റിംഗ് കൗണ്ടറിൽ ചെയ്യുന്നതിന്റെ ട്വിസ്റ്റഡ് ആണ് ഇവിടെ ചെയ്യുന്നത്. സ്ട്രക്ചർ വൈസ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ എല്ലാവർക്കും ഒരു കോമൺ ക്ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇവിടെ ഒരു ക്ലിയർ ഇൻപുട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കുറച്ച് 4 ഷിഫ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടുണ്ട്. അവരുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ട്വിസ്റ്റിംഗ് ആണ്. ഒരാളുടെ ഔട്ട്പുട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അത് ഡബിൾ ആവുക എന്നാ പറയുന്നത് അല്ലേ. സാധാരണ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത നോർമൽ കൗണ്ടർ ആണെങ്കിൽ 4 വാല്യൂ കിട്ടുക. ഇവിടെ അത് 8 വാല്യൂ കിട്ടും. ഇത് കണ്ടില്ലേ, 8 വാല്യൂ, 8 കൗണ്ടിങ്, ഡിഫറെന്റ് കൗണ്ടിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനീഷ്യലി ഞാൻ പറയുന്നു വീണ്ടും എല്ലാതും 0 ആയിരിക്കും അല്ലെ. ഇനീഷ്യലി Q0യും Q1ഉം Q2ഉം ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ, Q3യും 0 ആണ്. അങ്ങനെ 0 ആക്കുമ്പോൾ Q3' എന്താണ്, 1 ആയിരിക്കും അല്ലെ. ഈ Q3' ആണ് ഈ ഒരു ഫീഡ്ബാക്കിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് J0യിൽ എത്തുന്നത്. ഓക്കെ, ഇപ്പൊ J0 1 ആയിട്ടുണ്ട്, K0 0 ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇത് സെറ്റ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് ഇപ്പൊ Q0 0 പോയി ഔട്ട്പുട്ട് 1 ആവും. ഇത് 1, ബാക്കി എല്ലാം 0. ആ കണ്ടീഷനാണ്. ഇവിടെ ഇനീഷ്യലി എല്ലാവരും 0 ആണ്. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 മാത്രം 1, ബാക്കി എല്ലാതും 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് അഗെയിൻ എന്തായിരിക്കും, 1 തന്നെയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് വരെ 1 ആണ്. അപ്പൊ ഈ 1 Q0യിൽ കിട്ടിയ 1 Q1ലോട്ട് ഷിഫ്റ്റ് ആവും. ദെൻ J0യിൽ വന്ന 1 Q0ലോട്ട് ഷിഫ്റ്റ് ആവും. Q2ഉം Q3യും 0 തന്നെ. അപ്പൊ അതാണ് ഇവിടെ 2 1ഉം വന്നു, പിന്നെ 0. ദെൻ അഗെയിൻ ഈ 1 തന്നെയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ 1 Q1ൽ 1 വന്ന് Q2ലേക്ക് എത്തി. ഇപ്പൊ ഇവിടെ 3 1ഉം 0 ആണ് ഔട്ട്പുട്ട് വരുന്നത്. അതാണ് ഇവിടെ 3 1 ആൻഡ് സിംഗിൾ 0. അടുത്ത സ്റ്റേറ്റ് വരുമ്പോഴോ വീണ്ടും ഈ ഔട്ട്പുട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. 4 1ന്റെ സ്റ്റേറ്റ് വരും. 4 1. ഇതുവരെ കൗണ്ടിങ് അപ്പ് ആയിരുന്നു. ഇനിയാണ് ചേഞ്ച് വരുന്നത്. അതായത് ഇതിന്റെ Q3 1 ആയി കഴിഞ്ഞാൽ നമുക്ക് Q3' എന്താവും, 0 ആവും. ഈ 0 ആണ് നമ്മൾ ഇതിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ, ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഇപ്പൊ J0യിൽ 0യും K0യിൽ 1ഉം ആണ് കിട്ടുക. അപ്പൊ എന്താ പറയുക, റീസെറ്റ് കണ്ടീഷൻ ആണ്. റീസെറ്റ് കണ്ടീഷൻ മീൻസ് Q0 നമുക്ക് 0 ആണ് കിട്ടുന്നത്. Q0 0 കിട്ടും, ബാക്കി എല്ലാതും 1. അതാണ് ഈ സ്റ്റേറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴോ ഈ 0 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരും അല്ലെ. ഇവിടുത്തെ 1 പോയി, Q0 ആണ്, ആ 0 ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായി, 2 0യും ബാക്കി 1ഉം. അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ വീണ്ടും 0 തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി വരും. ഇങ്ങോട്ട് 0 ഷിഫ്റ്റ് ആയി, 3 0യും 1. നമുക്ക് 4 0 വരും. അഗെയിൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ്. അപ്പൊ ഇതാണ് ജോൺസൺ കൗണ്ടറിന്റെ വർക്കിംഗ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ വരയ്ക്കാനും എഴുതാനൊക്കെ ഇത് വളരെ സുഖമാണ് കേട്ടോ. ഈ കൗണ്ടിങ് അതായത് ഒരു 1നെയാണ്, ആദ്യത്തേൽ ഒറ്റ 1ഉം ഇല്ല, ഫസ്റ്റ് 1,
ദെൻ 2 1 3 1 അതായത് ഒരു 1 ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ്. പിന്നെ 0 എത്തിയില്ലേ, പിന്നെ 0നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ കൗണ്ടിങ് പാറ്റേൺ കിട്ടുന്നത്. ഇപ്പൊ ടൈമിംഗ് ഡയഗ്രം നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലാവും. Q0 എന്ന് പറയുന്നത് എന്താ, 0 0 ഓക്കെ, ഇവിടെ നിന്നാണ് Q0 എന്ന് പറയാം. ആദ്യത്തെ മാത്രം 1 1 0 0 0, അത് നമുക്ക് ഇവിടെ കിട്ടിയതല്ലേ. ദെൻ 1, അടുത്ത 2 1 ആയി, 1 1 0 0. ദെൻ 3 1 ആയി, 1 1 1 0. അടുത്തത് 4 1 1 1 1 1. പിന്നെ ഫസ്റ്റത്തെ 0 ആയി, ബാക്കിയെല്ലാം 1 0 1 1 1. ദെൻ 2 0 ആവും, 0 0 1 1. ദെൻ 0 0 0 1. ലാസ്റ്റ് വീണ്ടും 0 0 0. ദ സൈക്കിൾ റിപ്പീറ്റ്സ്. സോ ഇതാണ് ജോൺസൺ റിംഗ് കൗണ്ടർ ആൻഡ് റിംഗ് കൗണ്ടറിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. റിംഗ് കൗണ്ടറും ജോൺസൺസ് റിംഗ് കൗണ്ടറും, അതായത് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടറും. The concept is clear. Thank you for watching.